ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞൂസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചക്കടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചക്കട എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പൊടിയായാലും, അത് പരിപ്പൊടി ആയാലും റാഗി ആയാലും എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഗോതമ്പ് പൊടി എടുത്തു എന്നുള്ളൂ. അപ്പോൾ ഞാനതിലേക്ക് സാധാരണ നോർമൽ വാട്ടർ പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. തിളപ്പിച്ചാറിയ വെള്ളമോ തിളച്ച വെള്ളമൊന്നുമല്ല, പച്ചവെള്ളം ഒഴിച്ച് നല്ലതുപോലെ കുഴച്ചിട്ട് ഞാനിതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനൊരു 200 ഗ്രാമോളം വരുന്ന ശർക്കരപ്പൊടി ഒന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിറയെ കല്ലും പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഉരുക്കിയതിന് ശേഷം അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടുപ്പത്തേക്ക് വെക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഇവിടെ തിളച്ച് വരുന്നുണ്ട്. നല്ലവണ്ണം തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് എടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാറാണ വരെ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാൻ ഗോതമ്പ് മാവ് നല്ലപോലെ കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ഞാൻ മുൻപേ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചക്ക വരട്ടിയതാണ് കേട്ടോ അത്. അപ്പോൾ അത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗോതമ്പ് മാവ് എത്രയാണോ എടുത്തിക്കുന്നത് അതേ അളവിൽ തന്നെ നിങ്ങൾക്ക് ചക്ക വരട്ടിയത് എടുക്കാം. അല്ല വെച്ചാൽ അതിൻ്റെ നേർ പകുതിയായിട്ട്, ഞാനിവിടെ അത് നേർ പകുതിയായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ഞാൻ നല്ലതുപോലെ വീണ്ടും കുഴച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ചക്ക വരട്ടിയത് അട ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഏത് പൊടിയിലായാലും ഇതുപോലെ കുഴച്ച് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ശർക്കര ഉരുക്കിയത് ഇവിടെ ചൂടാറിയിട്ടുണ്ട്. അതൊരു അരിപ്പ വെച്ചിട്ട് ഞാൻ ഒന്ന് അരിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നിറയെ അതിലൊക്കെ കരടും കല്ലും മണ്ണൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും ശർക്കര ഉരുക്കുമ്പോൾ പ്രത്യേകിച്ച് അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ആകെ കല്ല് കടിക്കും കേട്ടോ. അപ്പോൾ ഈ ശർക്കര ഉരുക്കിയിട്ടുള്ള പാനി ഞാനൊരു വേറൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും അടുപ്പത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ അതൊന്ന് നാളികേരമിട്ട് വിളയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു തേങ്ങയാണ് കേട്ടോ ചിരകിയിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ തേങ്ങ ഞാൻ ഈ ചക്കരപ്പാനിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 ടീസ്പൂണ് ജീരകവും 2 ഏലക്കായ ചതച്ചതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് അവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഇലയൊക്കെ കീറി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒരു ഇല എടുത്തിട്ട് ഞാൻ നമ്മുടെ കുഴച്ച് വെച്ച മാവൊന്ന് എടുത്ത് നല്ലതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഫില്ലിങ് ഒന്ന് ഞാൻ നാളികേരം വിളയിച്ച് വെച്ചിട്ടില്ലേ, അത് എടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും പരത്തിയെടുത്ത മാവിലേക്ക് എല്ലാ ഭാഗത്തേക്കും പരത്തിയിട്ട് ഇല മടക്കി വെക്കുന്നുണ്ട്. ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് സ്റ്റീമറും വെച്ചിട്ട് ഞാൻ സ്റ്റവിൽ വെച്ച് ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഞാൻ ഒരടയും കൂടി ഉണ്ടാക്കിയെടുത്തിട്ട് വരാം കേട്ടോ. നമ്മുടെ വെള്ളം ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരട ഇങ്ങനെ വെച്ച് സ്ട്രൈറ്റ് ഇങ്ങോട്ട് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം അതിൻ്റെ മീതെ വയ്ക്കുന്ന അട വെക്കാം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമേ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. അതിനുശേഷം ഞാനതൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്. ഒരു 8 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ നമ്മുടെ അടയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ലൊരു മണമാണ് വരുന്നത്. ചക്ക വരട്ടിയതിൻ്റെയും നമ്മുടെ നാളികേരം വിളയിച്ചതിൻ്റെയും ഒക്കെ നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അട അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ചായ കഴിക്കുകയായാലും നമ്മുടെ മക്കൾക്ക് കൊടുക്കുകയായാലും ഓരോ പീസ് എടുത്തിട്ട് കഴിക്കാൻ വളരെ എളുപ്പത്തിനാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.